പ്രാർത്ഥിച്ച് ആരംഭിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, നല്ല കർത്താവേ, ഈ വിശുദ്ധമായ ദിവസത്തിൻ്റെ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്നേ ദിവസം നിന്നെ ആരാധിക്കുവാൻ നീ ഞങ്ങളെ ഒരുക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളും നീ നൽകിയ സർവ്വതും നിന്നെ മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ നീ ഈ പ്രഭാതത്തിൽ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവും കൂട്ടായ്മയും നീ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, വിശേഷപ്പെട്ട ജനമായിരിക്കാൻ നീ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നല്ലോ. ഞങ്ങളെ വിളിക്ക് യോഗ്യമായ രീതിയിൽ ജീവിപ്പാൻ, നിന്നെ ആരാധിക്കുവാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുറവുകളും കർത്താവേ, എല്ലാ ബലഹീനതകളും നീ അറിയുന്നതോർത്ത് സ്തോത്രം. ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനും ആരാധനയുടെ ആരംഭത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 143 കീർത്തനം ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനം 143.
ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിങ്ങൾ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കാനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം കൃപ അരുളണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് മുട്ടുകുത്തി മൗനമായി ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് അനുതാപമുള്ള ഹൃദയത്തോടെ വിനയസ്വരത്തോടെ പാപങ്ങളെ ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. സർവശക്തിയും മഹാകരുണയുള്ള പിതാവേ, ഞങ്ങൾ ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യാറുണ്ട്, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സൗഖ്യവുമില്ല, പരിശുദ്ധന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഈ മനുഷ്യവർഗത്തോടെ രക്ഷിക്കുന്നതാകാത്ത പ്രകാരം അനുഭവിക്കുന്നവരെ വീണ്ടും മഹാകരുണയുടെ എന്റെ പരിശുദ്ധാത്മാവിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഈ വേദനയെ ഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടത്തിയതിന് ക്രിസ്തുവിനെ കൃപ ചെയ്യണമേ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ദ്രോഹപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ.
വേദഭാഗങ്ങൾ വായിക്കുന്നതായിരിക്കും. ആദ്യം പഴയ നിയമ വേദഭാഗം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം യോശുവ 1 മുതൽ 9 വരെ. യോശുവ 1 അധ്യായം 1 വാക്യം മുതൽ. യഹോവയുടെ ദാസനായ മോശയുടെ മരണത്തിന് ശേഷം യഹോവ നൂൻ്റെ മകനായ മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്: എൻ്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നിങ്ങളെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബാനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെ, ഹിത്യരുടെ ദേശം ഒക്കെയും പടിഞ്ഞാറും മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യന് നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എൻ്റെ ദാസനായ മോശയെ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഇവിടെ വായിപ്പാൻ നിശ്ചയിച്ച 1 വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ദൈവമേ നിനക്കു സ്തോത്രമുണ്ടാകട്ടെ. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 18-ാം സങ്കീർത്തനം. 18-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെ വാക്യങ്ങളും 20 മുതൽ 30 വരെ വാക്യങ്ങളും നമുക്ക് ചേർന്ന് വായിക്കാം. 18-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെയും 20 മുതൽ 30 വരെ. എൻ്റെ ബലമായ യഹോവേ, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശരണവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്നതിന്റെ പാറയും എൻ്റെ ബലിയും എൻ്റെ രക്ഷയായവും എൻ്റെ ഗോപുരവുമാകുന്നു. സ്തുത്യനായ യഹോവേ, ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ തോൽപ്പിച്ചു. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുവമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. യഹോവ എൻ്റെ നീതിക്ക് തക്കവണ്ണം എനിക്ക് പ്രതിഫലം നൽകി. എൻ്റെ കൈകളുടെ വെടുപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ച് എന്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. അവൻ്റെ വിധികൾ ഒക്കെയും എൻ്റെ മുമ്പിലുണ്ട്. അവൻ്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു നടന്നിട്ടുമില്ല. ഞാൻ അവന്റെ മുൻപാകെ നിഷ്കളങ്കനായിരുന്നു, അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. യഹോവ എൻ്റെ നീതിപ്രകാരവും അവൻ്റെ കാഴ്ചയിൽ എൻ്റെ കൈകൾക്കുള്ള വെടുപ്പിൻ പ്രകാരവും എനിക്ക് പകരം നൽകി. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ. നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു.
എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവേ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. പിതാവിനോ പുത്രനോ പരിശുദ്ധാത്മാവിനോ ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 16-ാം വാക്യം മുതൽ 6-ാം അധ്യായം 10-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങൾ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 16-ാം വാക്യം മുതൽ 6-ാം അധ്യായം 10-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങൾ. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നു കൊള്ളുവിൻ എന്ന് ക്രിസ്തുവിന് പകരം അന്വേഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നിങ്ങൾ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾക്ക് സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം അരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളവ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയോടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ഇവിടെ രണ്ടാം വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ജ്ഞാനകീർത്തനങ്ങളിൽ 397. ജ്ഞാനകീർത്തനം 397.
വാഴ്ത്തപ്പെട്ട കർത്താവേ, അങ്ങയുടെ ജീവൻ്റെ വചനം ഞങ്ങളെ ദിനംതോറും ജീവിപ്പിക്കുന്ന അങ്ങയുടെ ശക്തിയുള്ള വചനം നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിഭാഗിച്ച് നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിച്ച് തൃപ്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനും പൂർണ്ണതയ്ക്കുമായി ഞങ്ങൾ യാചിക്കുന്നു. നിൻ്റെ ദിവ്യകൂട്ടായ്മയിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന നിൻ്റെ ദിവ്യമായ സന്ദേശം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൂടെ ഇരുന്ന് വഴി നടത്തണം. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏകദേശം 100 ദിവസങ്ങൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ദേവാലയമോ പരിസരമോ കാണാതെ നമ്മുടെ ഭവനങ്ങളിലിരുന്ന് നമ്മൾ ആരാധന ഇത്രയും നാൾ നടത്തി വരുന്നു. ഭവനങ്ങളൊക്കെ ആരാധന ആലയങ്ങളായി നമ്മൾ ഒരുക്കി ദൈവത്തെ ആരാധിച്ചു വരുന്നു.
ഇന്നും പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഭവനത്തിൽ ഒന്നിച്ചുകൂടി കുടുംബമായിരുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഒരു മഹത്വകരമായ അനുഭവം ദൈവം നൽകുന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ ആരാധനകളെ കാണണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദേവാലയത്തിൽ എപ്രകാരം ആരാധനയ്ക്ക് കടന്നു വരുന്നു, എന്തുമാത്രം ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ നമ്മൾ ആരാധനയിൽ സംബന്ധിക്കുന്നു, ആലയത്തിൽ സംബന്ധിക്കുന്നു, അതേ പ്രാധാന്യത്തോടെ അതേ ഒരുക്കത്തോടെ ഭവനങ്ങളിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥനാപൂർവം നമ്മൾ സംബന്ധിക്കണമേ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ എൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് കർത്താവ് നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. 2-3 പേർ ഒരുമനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന നമ്മുടെ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് യോഗ്യമായ നിലയിൽ അവനെ ആരാധിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ച വളരെ സന്തോഷത്തിൻ്റെ ഒരാഴ്ചയാണ്. നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പല പ്രതിസന്ധികളും നമുക്ക് ചുറ്റുമുണ്ട്. എങ്കിലും അതിൻ്റെ മധ്യത്തിൽ സന്തോഷകരമായ ഒരാഴ്ചയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലുള്ള, നമ്മുടെ പരിചയത്തിലുള്ള, നമ്മുടെ ബന്ധുമിത്രാദികളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്, +2 പരീക്ഷകളൊക്കെ നല്ല ഉയർന്ന മാർക്ക് വാങ്ങി ക്വാളിഫൈ ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. അവരെ ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്കുണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവരെ അഭിനന്ദിക്കുന്നു. ദൈവം അവരെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് തീരുമാനങ്ങൾ എടുത്ത് അടുത്ത കോഴ്സുകളിലേക്കൊക്കെ പ്രവേശിപ്പാൻ ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആ വിഷയം, ഇത് നമുക്കെല്ലാം വളരെ സുപരിചിതമായ ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് കേരളത്തിലുടനീളം, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പീപ്പിൾ ഓഫ് ഗോഡ്, അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. ഈ വിഷയമല്ല ചർച്ച ചെയ്യുന്നത് എന്ന് ഈ ഹെഡിങ് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ദൈവജനം, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ, പീപ്പിൾ ഓഫ് ഗോഡ്, അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള വിഷയമാണ് ചിന്തയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല സംഭവ വികാസങ്ങളും നമ്മൾ ഈ അടുത്തിടയ്ക്ക് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നെ പ്രകാരം പറയുവാനായിട്ട് ഇടയായത്. ഡിപ്ലോമാറ്റിക് ബാഗ്, കോൺസുലേറ്റ്, എംബസി, ഫോറിൻ ടെറിട്ടറി, അറ്റാഷെ തുടങ്ങിയ വാക്കുകളൊക്കെ നമ്മൾ ഈ അടുത്തിടയ്ക്ക് വളരെയധികം കേൾക്കുന്നു. അതൊക്കെ നമ്മൾ അത് പരിചയപ്പെട്ടു. നിയമ വിദഗ്ധരും രാഷ്ട്രീയക്കാരുമൊക്കെ നമ്മളെ അത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ വിഷയം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്ന് ഞാൻ ചിന്തിക്കുക. 15ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് പ്രത്യേകിച്ച് ഇറ്റലിയിലാണ് ഈ റെനൈസൻസ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി ഡിപ്ലോമാറ്റിക് സിസ്റ്റം, ഒരു പുതിയ ഇൻ്റർനാഷണൽ ഡിപ്ലോമാറ്റിക് സിസ്റ്റം തന്നെ രൂപപ്പെടുവാനായിട്ടിടയായി. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ആളാണ് അംബാസഡർ എന്ന് പറയുന്ന സ്ഥാനീയൻ അല്ലെങ്കിൽ വ്യക്തി. അംബാസഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ഹയസ്റ്റ് റാങ്കിങ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ കൺട്രി ഇൻ അതർ കൺട്രി വിത്ത് വിച്ച് ഇറ്റ് ഹാസ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എന്നുള്ളതാണ്. നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യം അയക്കുന്ന ഏറ്റവും മുതിർന്ന, ഉയർന്ന പ്രതിനിധിയാണ്, സ്ഥാനീയനായ പ്രതിനിധിയാണ് അംബാസിഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അംബാസിഡർ അല്ലെങ്കിൽ ഹൈ കമ്മീഷൻ എന്ന വാക്കും സാധാരണ ഉപയോഗിക്കാറുണ്ട്. ഹൈ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 50-ലധികം വരുന്ന ബ്രിട്ടീഷ് ഭരണത്തിലുണ്ടായിരുന്ന കോമൺവെൽത്ത് രാജ്യങ്ങളിലെ അംബാസിഡർമാരെ ഹൈ കമ്മീഷണേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഏതു തന്നെയായിരുന്നാലും അതിൻ്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. മറ്റൊരു രാജ്യത്ത് അയക്കപ്പെട്ട വ്യക്തിയുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഒരു രാജ്യത്ത് പലതരത്തിലുള്ള പൗരത്വം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സംശയമായിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത്, ഒരു രാജ്യത്തെ പൗരന്മാർ മാത്രമല്ല ജീവിക്കുന്നത്, അതിൽ
ഒരു രാജ്യത്തിൻ്റെ പൗരന്മാർ അല്ലാതെ അവിടെ ജീവിക്കുന്ന പ്രമുഖന്മാരിൽ ഉൾപ്പെട്ട അംഗങ്ങളാണ് ഡിപ്ലോമാറ്റിക് റെപ്രസെൻറ്റേറ്റീവ്സ്. ഇത്തരത്തിൽ നയതന്ത്ര പ്രതിനിധികൾ പല രാജ്യങ്ങളിലും എല്ലാ രാജ്യങ്ങളും അയച്ചിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായ പരിഗണനയുണ്ട്, മുൻഗണനയുണ്ട്. അവർ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നൊക്കെയും നമുക്കറിയാം. ഈ ലോകത്തിൽ ദൈവജനം ദൈവത്തിൻ്റെ അംബാസിഡേഴ്സാണ് എന്ന ചിന്തയാണ്, വിഷയമാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അംബാസിഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏത് രാജ്യത്തേക്കാണോ അയക്കുന്നത് ആ രാജ്യത്തിൽ അവിടുത്തെ പൗരനല്ലാതെ, അവിടുത്തെ പൗരത്വമില്ലാതെ പ്രമുഖമായ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ അംബാസിഡേഴ്സായി, പ്രതിനിധികളായി അയച്ചിരിക്കുന്നു എന്ന ചിന്തയിൽ നിന്നാണ് ഈ വിഷയം ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെ, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 16 മുതൽ 6-10 വരെ, സങ്കീർത്തനങ്ങളിൽ 18-ാം സങ്കീർത്തനമൊക്കെയും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുവാൻ ഇടയായി. അംബാസിഡേഴ്സ് എന്ന വാക്കിന് മെസ്സഞ്ചർ എന്നൊരർത്ഥം കൂടെ ഉണ്ട്. ഒരു മെസ്സേജ് കൊണ്ടുവരുന്ന ആളെക്കാളും ആ മെസ്സേജിനാണ് അവിടെ പ്രാധാന്യമെന്ന് നമുക്കറിയാം. ഒരു VIP അയക്കുന്ന ഒരു മെസ്സേജ് ആണെങ്കിൽ മെസ്സേജ് കൊണ്ടുവരുന്ന ആളെക്കാളും VIP അയച്ച ഒരു പ്രമുഖ വ്യക്തി അയച്ച, അല്ലെങ്കിൽ രാജാവോ പ്രധാനമന്ത്രിയോ അയച്ച ഈ സന്ദേശത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് നമുക്കറിയാം. ക്രിസ്തീയ വിശ്വാസത്തിൽ നാം എല്ലാം ദൈവത്തിൻ്റെ അംബാസിഡേഴ്സാണ്, സ്ഥാനാധിപതികളാണ് എന്ന് പറയുമ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസമുള്ളത്, നാം സന്ദേശവാഹകരാണ്. തീർച്ചയായും ദൈവത്തിൻ്റെ സന്ദേശം ഈ ലോകത്തേക്ക്, അല്ലെങ്കിൽ നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നൽകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന, അയക്കപ്പെട്ടിരിക്കുന്ന വിശേഷ വ്യക്തികളാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അതിലുള്ള വ്യത്യാസം, അതിലൊരു പ്രത്യേകത, ഈ സന്ദേശം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു ഡിപ്ലോമാറ്റിക് ബാഗിനകത്തല്ല, ഏതെങ്കിലും ഒരു കണ്ടെയ്നറിനകത്തല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ ഇതിനുള്ള പ്രത്യേകത അല്ലെങ്കിൽ വ്യത്യാസം. ജീവിതം തന്നെ സന്ദേശമായി തീരുന്നൊരനുഭവം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ദൈവം വലിയൊരു സന്ദേശം അയച്ച് നമ്മെ ഈ ലോകത്തേക്ക് അയച്ചിരിക്കുക. നമ്മുടെ ഓരോരുത്തരെയും ജീവിതങ്ങൾ ദൈവത്തിൻ്റെ ദിവ്യ സന്ദേശങ്ങളായി തീരുന്ന അനുഭവം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട്, ദൈവത്തോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളിൽ പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ ജീവിതങ്ങളുടെ മേലും ദൈവം എഴുതി ചേർത്തിരിക്കുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നാം എന്തിൻ്റെ സ്ഥാനാപതികളായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സ്ഥാനാപതികളായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇവിടെ പറയുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത? അതൊരു നിരപ്പിൻ്റെ വചനമാണ്, ഒരു റിക്കൺസിലിയേഷൻ്റെ വചനമാണ്. ദൈവം തൻ്റെ സ്ഥാനാപതികളുടെ ജീവിതത്തിൽ എഴുതി രേഖപ്പെടുത്തി ചേർത്തിരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷയായി, ഒരു നിരപ്പിൻ്റെ അനുഭവമുള്ളവരായി, സന്ദേശമുള്ളവരായി എന്നെയും നിങ്ങളെയും ദൈവം ഈ ലോകത്തേക്ക്, നമ്മുടെ ചുറ്റുപാടിലേക്ക്, നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു എന്ന ചിന്ത നാം മറക്കരുത്. അയക്കപ്പെടുന്ന സന്ദേശങ്ങൾ കേടുപാടുകൾ സംഭവിക്കുവാൻ പാടുള്ളതല്ല.
നഷ്ടങ്ങൾ വരുത്താതെ നോക്കണം. അതിനോടൊന്നും കൂട്ടിച്ചേർക്കുവാൻ സ്ഥാനാപതികൾക്ക് അവകാശമില്ല. നൽകപ്പെട്ടതായിട്ടുള്ള സന്ദേശം അതിൻ്റെ പൂർണ്ണതയിൽ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന ഈ വചനം നമ്മെ ഓർപ്പിക്കാം. ഒരു നിരപ്പിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുക. റിക്കൺസിലിയേഷൻ ഒരു വലിയ വ്യാപ്തമായ ചിന്തയാണ് റിക്കൺസിലിയേഷൻ എന്ന് പറയുന്നതായിട്ടുള്ള വാക്ക് നൽകുന്നത്. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നത്, നമുക്കെല്ലാം അത് പല പ്രാവശ്യം നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. റിക്കൺസിലിയേഷൻ എന്താണ് എന്നുള്ളത്, തന്നോട് തന്നെ ഒരു റിക്കൺസിലിയേഷൻ, ചുറ്റുപാടുകളോട് ഒരു റിക്കൺസിലിയേഷൻ, ദൈവത്തോട് ഒരു റിക്കൺസിലിയേഷൻ, ഒക്കെയുമില്ലാതെ ഒരു റിക്കൺസിലിയേഷൻ പൂർണ്ണമാകുന്നില്ല എന്ന് വചനം നമ്മെ ഓർപ്പിക്കുക. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാം. അതിൻ്റെ 20-ാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. So we are ambassadors for Christ. So we are ambassadors for Christ since God is making His appeal through us. God is making His appeal through us. നമ്മിലൂടെ ദൈവത്തിൻ്റെ വലിയ സന്ദേശം ഈ ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്നു. We entreated you on behalf of Christ, be reconciled to God. ദൈവത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, മറ്റുള്ളവരുമായി നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കണം. നാം ക്രിസ്തുവിൻ്റെ സ്ഥാനാധിപതികളായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നാം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള ചില സന്ദേശങ്ങൾ ഇവിടെ ഈ വാക്യത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും. ഒന്നാമത്, ദൈവമാണ് നമ്മെ നിയമിച്ചത് എന്നുള്ള ചിന്ത. ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും നിയമിച്ചിരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോരോ ഉദ്ദേശങ്ങളാണ് ദൈവത്തിനുള്ളത്. ഓരോരുത്തരെക്കുറിച്ചും ദൈവം അങ്ങനെ നമ്മെ നിയമിച്ചിരിക്കുന്നു. അത് പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നമ്മിലേൽപ്പിക്കപ്പെട്ട കടമ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ, അത് പൂർണ്ണമാക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, അവസരം നഷ്ടപ്പെടുവാൻ, നാം പിൻവലിക്കപ്പെടുവാൻ ഇടയായിത്തീരും. മറ്റൊരാൾ ആ സ്ഥാനം ഏറ്റെടുക്കുവാൻ ഇടയാകുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനൊരു കാലക്രമമുണ്ട്, ഒരു സമയക്രമമുണ്ട്. ഒരു പ്രത്യേക കാലത്തേക്ക്, ഒരു പ്രത്യേക സമയത്തേക്ക് ദൈവം നമ്മെ ഈ ലോകത്ത് അയച്ചിരിക്കുന്നുവെങ്കിൽ അത് ആ സമയത്ത് തന്നെ പൂർത്തീകരിപ്പാൻ നമുക്ക് സാധിക്കണം. മറ്റൊരു ചിന്ത, ഇതൊരു ടെമ്പററിയാണ് എന്ന ഒരനുഭവം. നമ്മെ ഒരു കാലത്തേക്ക്, ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രമാണ് അയച്ചിരിക്കുന്നത്. നാം ഈ ലോകത്ത് നിൽക്കുവാൻ ദൈവം നൽകിയിരിക്കുന്ന ആയുസ്സിൻ്റെ സമയം വളരെ ടെമ്പററിയാണ് എന്ന് ഇവിടെ നമ്മെ ഓർപ്പിക്കുക. നാം ചെന്നു ചേരുന്ന സ്ഥലത്ത് അവിടെ യാതൊരു പൗരത്വവും നമുക്കില്ല. നമുക്ക് പൗരത്വമുള്ളത് നമ്മെ സന്ദേശം നൽകി അംബാസിഡേഴ്സായി, സ്ഥാനാപതികളായി നിയമിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ രാജ്യത്താണ് എന്ന് നാം മറന്നുപോകരുത്. നാം എന്തുമാത്രം പ്രശസ്തി നേടിയെന്നോ എന്തുമാത്രം നേട്ടങ്ങൾ കൈവരിച്ചു എന്നോ അല്ല ദൈവം ഇവിടെ നോക്കുന്നത്. ഇവിടെ കണക്കാക്കപ്പെടുന്നത് നാം എന്തുമാത്രം നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യത്തിൽ വിശ്വസ്തരായിരുന്നു എന്ന കാര്യത്തിൽ മാത്രമാണ്. നാം ജീവിതത്തിൽ എന്തുമാത്രം വിശ്വസ്തത പുലർത്തി എന്നത് മാത്രമാണ് ദൈവം ഇവിടെ കണക്കിടുവാനായിട്ട് പോകുന്നത്. ദൈവം തൻ്റെ കൃപയാൽ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തോട് നമ്മെ നിരപ്പിച്ചു. ദൈവം ക്രിസ്തുവിലൂടെ തന്നിലേക്ക്, ദൈവത്തിലേക്ക് നമ്മെ നിരപ്പിച്ചുവെങ്കിൽ, റിക്കൺസിലിയേറ്റ് ചെയ്തിരിക്കുന്നുവെങ്കിൽ, നാമും സ്ഥാനാപതികളായി ലോകത്തിൽ ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കണം എന്ന് ഇവിടെ നമ്മെ ഓർപ്പിക്കാം. ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഈ ലോകത്തുള്ള സാധാരണ പൗരന്മാരെക്കാൾ ശ്രേഷ്ഠ പൗരത്വമുള്ളവരായി, സ്ഥാനമുള്ളവരായി, പ്രത്യേകതയുള്ളവരായി ജീവിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് യോഗ്യമായ നിലയിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ദൗത്യത്തെ, ആ ഉദ്യമത്തെ പൂർത്തീകരിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളിലൂടെ നമുക്ക് സാധിക്കണം. അതോടൊപ്പം
നമ്മുടെ പൗരത്വത്തിന് യോജിക്കുന്ന നിലയിൽ ജീവിക്കുവാനും നമുക്ക് കഴിയണം. പാപികളായിരുന്ന നമ്മെ അതിൻ്റെ ശിക്ഷയിൽ നിന്ന്, കുറ്റബോധത്തിൽ നിന്ന് രക്ഷിച്ച് തൻ്റെ രക്തത്താൽ കഴുകി നമ്മെ പുതിയ സൃഷ്ടികളാക്കി തീർത്തിരിക്കുന്നു. പഴയത് കഴിഞ്ഞുപോയി, നാം ഇപ്പോഴൊരു പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു, പുതുക്കം പ്രാപിച്ചിരിക്കുന്നു, പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആയതുകൊണ്ട് പഴയത് വിട്ടുകളയണം. സ്ഥാനാപതികളായ ദൈവം നമ്മെ അയച്ചിരിക്കുന്നുവെങ്കിൽ, അത് നാം ബോധ്യപ്പെടുന്നുവെങ്കിൽ, അത് നാം അംഗീകരിക്കുന്നുവെങ്കിൽ, പഴയത് വിട്ടുകളഞ്ഞ് പുതിയതിനെ സ്വീകരിപ്പാനും പുതിയതിൻ്റെ ജീവിതക്രമം ഉൾക്കൊള്ളുവാനും ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുവാൻ ഒരുക്കപ്പെടുകയും ചെയ്യണം എന്ന് ഇവിടെ നമ്മെ ഓർപ്പിക്കുക. സാധാരണ ചിലർ പറയാറുണ്ട്, ഞാൻ എൻ്റെ ഹൃദയം മാത്രമേ കർത്താവിന് കൊടുത്തിട്ടുള്ളൂ, എൻ്റെ കൈയും കാലും ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എന്നോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്നൊക്കെ പല വിശ്വാസികൾ പറയുന്നത് കാണുവാൻ കഴിയും. അങ്ങനെയല്ല, പഴയത് കഴിഞ്ഞു പോയി. പഴയ മനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ക്രൂശിച്ചിരിക്കുന്നു. പഴയ മനുഷ്യന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ, ആഗ്രഹങ്ങളെ, ചിന്തകളെയും ഒക്കെ നാം ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. ഇല്ല എങ്കിൽ ഇപ്പോഴുപേക്ഷിക്കണം. നാം സ്ഥാനാപതികളാണ്. നമ്മുടെ പഴയ മനുഷ്യന്റെ അനുഭവങ്ങളെ, ചിന്തകളെ, ആഗ്രഹങ്ങളെ, മോഹങ്ങളെ ഒക്കെയും വിട്ടുകളയണം. പുതിയതായി തീരണം. ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുവാനും, ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെടുവാനും, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തപ്പെടുവാനും, പുതുസൃഷ്ടികളായി തീരുവാനും, പുതുക്കം പ്രാപിപ്പാൻ പഴയത് ഉപേക്ഷിച്ച് മതിയാവുകയുള്ളൂ എന്ന് പറയുന്നു. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാമെങ്കിലും വളരെ ടഫായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. സ്ഥാനാപതികളായി ഈ സ്ഥാനം ഏൽക്കുക, ദൈവം നമ്മെ അവരോധിച്ചതായിട്ടുള്ള സ്ഥാനം അത് ഏൽക്കുക എന്നുള്ളത്, ഹൃദയപൂർവ്വം ഏൽക്കുക എന്നുള്ളത്, അത് വളരെ ടഫായിട്ടുള്ള, പ്രയാസമുള്ള ഒരു അനുഭവം തന്നെയാണ്. പഴയത് കഴിയുവാൻ, പുതിയത് തിരഞ്ഞെടുക്കുവാൻ, സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നമുക്ക് ആവശ്യമുള്ളത്. ഒരു കോംപ്രമൈസ് ചെയ്യുന്ന അനുഭവമല്ല. അവിടെ ഒരു മുഖം, ഇവിടെ ഒരു മുഖം, അങ്ങനെയല്ല. അവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ദൈവത്തിൻ്റെ സ്ഥാനാപതികൾ എന്നുള്ള വിശേഷപ്പെട്ട പദവിക്ക് യോജ്യമായ നിലയിൽ ടോട്ടൽ സറണ്ടർ ആണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഇവിടെ നഷ്ടം സഹിച്ചേണ്ടി വന്നേക്കാം, കഷ്ടപ്പാടുകൾ ഉണ്ടായേക്കാം, നിരാശയുണ്ടാകാം, മോഹഭംഗങ്ങളുണ്ടാകാം, ആഗ്രഹ പൂർത്തീകരണങ്ങൾ സാധിക്കാതെ പോയേക്കാം. എന്നാലും തിരികെ പോകുവാനായിട്ട് പാടില്ല എന്ന് വചനം നമ്മെ ഓർപ്പിക്കുക. ദൈവം നമ്മിലൂടെ ലോകത്തിന് കൈമാറുന്ന ഈ വിശേഷപ്പെട്ട സന്ദേശം, വളരെ പ്രധാനപ്പെട്ട സന്ദേശം, അത് നാം സ്വീകരിക്കേണ്ടതുണ്ട്, ലോകത്തിന് കൊടുക്കേണ്ടതുണ്ട് എന്ന് നാം ഓർക്കണം. നമ്മുടെ ജീവിത അനുഭവങ്ങളെ നമുക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ദൈവം നൽകിയിരിക്കുന്ന ഈ സന്ദേശത്തെ ലോകത്തിന് കൊടുക്കുവാൻ നമുക്ക് കഴിയാതെ പോകും എന്ന് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുക. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം. യഹോവയുടെ ദാസനായ മോശ തൻ്റെ ജനത്തെ നയിച്ചുകൊണ്ട് വന്നതിന് ശേഷമുള്ള ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മോശ അതിൻ്റെ മരണത്തിന് ശേഷം ദൈവം മറ്റൊരു നേതാവിനെ തൻ്റെ ജനത്തെ നയിപ്പാനായിട്ട് എഴുന്നേൽപ്പിക്കുന്നു. ദൈവത്തിന് വേണ്ടി ദൈവജനത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ഈ ജനത്തെ നയിക്കുവാൻ സ്ഥാനാപതിയായി ദൈവം യോശുവയെ തിരഞ്ഞെടുക്കുന്നത് അവിടെ കാണുവാൻ സാധിക്കും. തൻ്റെ ജനത്തോടുള്ള കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രവൃത്തിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ദൈവം നമ്മെ നിരപ്പിൻ്റെ ശുശ്രൂഷ ഈ ലോകത്ത് നൽകി അയച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും അനുഭവമാണ് എന്ന് നാം മനസ്സിലാക്കണം. വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയിൽ അനേക ഇടങ്ങളിലൂടെ അവർ സഞ്ചരിച്ചു. അതോടൊപ്പം അവർ വാഗ്ദത്ത നാട്ടിൽ ചെന്നു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം എന്ന് ഈ ജനത്തെ പഠിപ്പിക്കുവാൻ യോശുവയെ ദൈവം സ്ഥാനാപതിയായി നിയമിച്ചു. ദൈവം യോശുവയോട് പറയുന്ന പല വാഗ്ദാനങ്ങളുണ്ട്. അത് ഒന്ന്, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ
നിന്നോടുകൂടെയും ഇരിക്കും. ഒരു മനുഷ്യനും നിന്റെ പേരെ വരുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ നിന്നെ കൈവിടുകയില്ല. വിഷമസന്ധികൾ വരുമ്പോൾ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കാം. ഞാൻ നിനക്ക് ധാരാളമായ ധൈര്യവും ഉറപ്പും നൽകും എന്നും അവിടെ പറയുന്നു. നീ ഈ ജനത്തിന് ഞാൻ നൽകിയിരിക്കുന്ന വാഗ്ദാനത്തെ, ഞാൻ നൽകിയിരിക്കുന്ന അവകാശത്തെ വിഭാഗിച്ച് നൽകണം എന്ന് യോശുവയെ ദൈവം വലിയ ദൗത്യം ഏൽപ്പിച്ച് അയക്കുന്നത് കാണാം. യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം, ഇവിടെ മോശയുടെ മരണത്തിന് ശേഷം യോശുവയെ ദൈവം ആ ദൗത്യം ഏൽപ്പിച്ചു. യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആ ദൗത്യം ഏറ്റെടുത്തത് അപ്പോസ്തലന്മാരായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ന് ഈ ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുക. ലോകത്തോട് ദൈവത്തിൻ്റെ നിരപ്പിൻ്റെ സന്ദേശം പറയുക എന്നുള്ളത്, ദൈവത്തിൻ്റെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശം ലോകത്തിന് കൊടുക്കുക എന്നുള്ള വലിയ ദൗത്യം ദൈവം നമ്മെ ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. മോശ മരിച്ചു, യോശുവ അത് ഏറ്റെടുത്തു. യോശുവയും മരിച്ചു. അങ്ങനെ കാലാകാലങ്ങളിലായി ദൈവത്തിൻ്റെ ദിവ്യമായ പദ്ധതി അതത് സമയങ്ങളിൽ ദൈവത്തിൻ്റെ ദാസന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ച് പൂർത്തീകരിച്ച് വന്നത് നമുക്ക് പഴയ നിയമം മുതൽ ഈ കാലഘട്ടം വരെയും നമുക്ക് നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. യോശുവയുടെ തിരഞ്ഞെടുപ്പും ശുശ്രൂഷയും ദൈവം നിയോഗിച്ച ചരിത്രത്തിൽ ഒരു വലിയ സന്നിഗ്ധമായ ഘട്ടത്തിലാണ്. ചരിത്രത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ട് തൻ്റെ ജനം ഒരു വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന സമയത്താണ് ദൈവം യോശുവയെ നിയോഗിച്ച് അയക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം സഭ നേരിട്ട, ദൈവജനം നേരിട്ട വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലേക്കാണ് തൻ്റെ ജനത്തെ അവൻ നിയോഗിച്ച്, തൻ്റെ ദാസന്മാരെ, അപ്പോസ്തലന്മാരെ, ശുശ്രൂഷകരെ നിയോഗിച്ച് അയക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. ഇന്ന് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലേക്ക്, ഒരു വലിയ പ്രയാസത്തിന്റെ മധ്യത്തിലേക്ക് ദൈവം നമ്മെ സ്ഥാനാവധികളായി നിയോഗിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ, വെല്ലുവിളികൾ ഉയരുമ്പോൾ, അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനാവധിയായി നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും വിശ്വാസത്താൽ സാധ്യമാകേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനാവധികളായി ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു എന്ന ബോധ്യം നമ്മൾ മറന്നു പോകരുത്. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് പിന്നാലെ, ഈ ലോകത്തിൻ്റെ ശബ്ദത്തിന് പിന്നാലെ, ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് പിന്നാലെ ദൈവത്തെ വിട്ടുകൊണ്ട് നമുക്ക് പോകുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഓർക്കുക, ദൈവം നമ്മെ വലിയ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു എന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദൈവം അതൊക്കെയും പ്രവർത്തിക്കുന്നുണ്ട്. അവൻ്റെ സ്നേഹത്തെയും അവൻ്റെ കരുതലിനെയും അവൻ്റെ വിട്ടുവീഴ്ചയെയും നിരപ്പിൻ്റെയും അനുഭവം തൻ്റെ ദാസന്മാരിലൂടെ ലോകത്തേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മിലൂടെ ഇന്ന് ലോകത്തേക്ക് നൽകുവാൻ ദൈവം തയ്യാറായിരിക്കുന്നു. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ കരമൊന്ന് ദൈവത്തിലേക്ക് നീട്ടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ കരം ദൈവത്തിലേക്ക് നീട്ടുവാൻ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നാം ഇന്ന് ചിന്തിച്ചതായിട്ടുള്ള വേദഭാഗങ്ങളിലെ ചിന്തകളെ ഞാൻ ഒന്ന് ക്രോഡീകരിക്കട്ടെ. എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമതായി നമ്മൾ ചിന്തിച്ചു, സ്ഥാനാപതികളായി ദൈവമാണ് നമ്മെ ഓരോരുത്തരെയും നിയോഗിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നുവെങ്കിൽ അതിന് യോഗ്യമായി ജീവിക്കുവാൻ, യോഗ്യമായ നിലയിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവം നിയോഗിച്ച ഈ വലിയ ഉദ്യമത്തിൽ, ഈ നിയോഗത്തിൽ നാം പരാജയപ്പെട്ടാൽ ദൈവമുൻപാകെ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് നാം ചിന്തിക്കണം. അവൻ തിരഞ്ഞെടുത്തുവെങ്കിൽ തള്ളിക്കളയാനും അവന് അധികാരമുണ്ട് എന്ന് നാം മറന്നു പോകരുത്. നാം പൂർത്തീകരിക്കേണ്ടത് നമ്മെ നിയമിച്ച ദൈവത്തിൻ്റെ പദ്ധതികളായിരിക്കണം. നമ്മുടെ ഉദ്ദേശങ്ങളോ താല്പര്യങ്ങളോ ആഗ്രഹങ്ങളോ മോഹങ്ങളോ അല്ല. ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നാം പൂർത്തീകരിക്കണം. നാം എഴുതപ്പെട്ട പത്രങ്ങളായി
ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുന്നവരായി, ദൈവത്തിൻ്റെ സന്ദേശമുള്ള ജീവിതങ്ങളായി ഈ ലോകത്ത് അയച്ചിരിക്കുന്നു. ഇതിൻ്റെ അജണ്ട, ഇതിൻ്റെ പ്ലാന് ദൈവത്തിൻ്റെതാണ് എന്ന് നാം മറന്നു പോകരുത്. ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ മറ്റുള്ളവരോട്, എന്നോട് തന്നെ, മറ്റുള്ളവരോട് തന്നെ, ലോകത്തോട്, ദൈവത്തോട് ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷ നാം ചെയ്യേണ്ടതുണ്ട് എന്ന് ഈ സ്ഥാനം നമ്മൾ വഹിക്കുമ്പോൾ നാം ഓർക്കേണ്ടതുണ്ട്. ഒരു വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് ദൈവം നമ്മെ സ്ഥാനാപതികളായി നിയമിച്ചിരിക്കുന്നത്. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ വിശ്വാസത്തിൻ്റെ വിളക്കുകളേന്തി ലോകത്തെ മുന്നോട്ട് നയിപ്പാൻ, നമ്മുടെ ചുറ്റുപാടുകളെ മുന്നോട്ട് നയിപ്പാൻ, നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിപ്പാൻ, നമ്മുടെ ഭവനത്തെ മുന്നോട്ട് നയിപ്പാൻ, നമ്മുടെ ദേവാലയത്തെ മുന്നോട്ട് നയിപ്പാൻ, വിശ്വാസത്തിൽ എഴുന്നേറ്റ് നിൽപ്പാൻ, വിശ്വാസത്തിൻ്റെ കരങ്ങളെ ഉയർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവർ, ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്ന വലിയ ദൗത്യത്തിൻ്റെ ആഴവും പരപ്പും അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ ഉത്തരവാദിത്വവും അതിൻ്റെ മഹത്വവും മനസ്സിലാക്കി യോഗ്യമായ നിലയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, നല്ല കർത്താവേ, നീ നൽകിയതായിട്ടുള്ള എല്ലാ നന്മകൾക്കായും ഞങ്ങളുടെ ജീവിതത്തെ നീ തിരഞ്ഞെടുത്തതിനായും ഞങ്ങൾ നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, നിൻ്റെ ദിവ്യമായ വചനം നീ എഴുതണമേ. അത് ലോകത്തിന്, ചുറ്റുപാടുകൾക്ക്, മറ്റുള്ളവർക്ക് വായിക്കുവാൻ പാകത്തിന് ഞങ്ങളുടെ ജീവിതങ്ങളെ കർത്താവെ ക്രമീകരിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബലഹീനരാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ പാപങ്ങളുണ്ട്, കുറവുകളുണ്ട്. കർത്താവ് എല്ലാ ബലഹീന അനുഭവങ്ങളും അവസ്ഥകളുമുണ്ട്. എന്നാൽ നിൻ്റെ ദിവ്യ സ്നേഹത്താൽ, നിൻ്റെ കരുതലിനാൽ ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ. ഈ വലിയ ദൗത്യത്തിനായി ഞങ്ങളെ നടത്തണമേ. യോശുവയെ പോലെ, കർത്താവെ, മോശയെ പോലെ, അങ്ങയുടെ അപ്പോസ്തലന്മാരെ പോലെ ഈ ലോകത്തിൽ ജ്യോതിസുകളായി പ്രകാശിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം ചേർന്ന് സർവശക്തി പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാം ദിവസം മരിച്ചവനെ സ്വർഗത്തിലേക്ക് കയറി സർവശക്തി പിതാവായ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. രാജശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. സമാധാനത്തിന്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നതുമായ ദൈവമേ, നിന്നെ അറിയുന്നത് ഞങ്ങൾ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണയിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗിയുടെയും ശക്തിയെ ഭയപ്പെടാതിരിപ്പാൻ ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങൾ നോക്കുകയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. സർവശക്തി നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ദിവസത്തിന്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിൽ വീഴാതെയും യാതൊരു ആപത്തിലകപ്പെടാതെയും നിന്റെ മുൻപാകെ നീതിയായുള്ളതിനെല്ലാം എപ്പോഴും ചെയ്യുവാൻ ഞങ്ങളുടെ സകല ക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന്
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം കൃപ അരുളേണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവം മുൻപാകെ, ദൈവം കേൾക്കുകയും മറുപടി നൽകുകയും ചെയ്യുന്ന ദൈവത്തിന് മുൻപാകെ സമർപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങളെ ഓരോന്നായി ദൈവത്തിന് മുൻപാകെ അറിയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പല വിഷയങ്ങളെ ഓരോന്നായി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നമ്മെ അലട്ടുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്ന അനവധി കാര്യങ്ങളുണ്ട്. അതൊക്കെയും ദൈവം മുൻപാകെ നമുക്ക് സ്തോത്രത്തോടെ സമർപ്പിക്കാം. നമ്മുടെ ഭവനത്തെ ഓർക്കാം. നമ്മുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാ ബന്ധങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ നിറവും പൂർണ്ണതയും അവരുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ അവരുടെ ആവശ്യങ്ങളുടെ മേലൊക്കെയും ദൈവം നീ പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. വിവിധ പ്രായങ്ങളിലുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പിഞ്ചു പൈതങ്ങൾ മുതൽ വാർദ്ധക്യത്തിൻ്റെ ബലഹീന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേക ആവശ്യങ്ങളുള്ളവരെ ഓർക്കാം. പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങിയ കുഞ്ഞുങ്ങളെ പ്രത്യേകമായി സമർപ്പിക്കാം. അടുത്ത കോഴ്സുകൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ നടത്തിപ്പും ദൈവത്തിൽ നിന്റെ മക്കൾക്ക് നൽകി അവരെ മുന്നോട്ട് നയിപ്പാൻ അവർ പഠിക്കുന്ന അവരുടെ സ്ഥാപനങ്ങളൊക്കെയും ആ കുഞ്ഞുങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായ വലിയ മഹത്വത്തിൻ്റെ ശുശ്രൂഷ അവരിലൂടെ അവർ ചെയ്യുവാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യുവതിയുവാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജോലി കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെ നമുക്ക് സമർപ്പിക്കാം. വിവാഹ പ്രായമെത്തിയവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. തക്കതായ തുണകളെ നൽകി അവർക്ക് ആവശ്യമായ ജീവിത സന്ധാരണത്തിന് ആവശ്യമായ ജോലി നൽകി എൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രായമായവരെ ഓർക്കാം. ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്, അവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ സംരക്ഷണ എപ്പോഴും ആ സംരക്ഷണയിൽ ഉറപ്പോടെ ആശ്രയിച്ച് ജീവിപ്പാൻ ദൈവം അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം വാഗ്ദാനം ചെയ്ത എല്ലാ കൂട്ടായ്മ അവർക്ക് ലഭ്യമാകുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൂരസ്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ആയിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെയൊക്കെ ദൈവത്തിൻ്റെ വലിയ കരുണയുടെ കരങ്ങളിൽ, സംരക്ഷണയുടെ കരങ്ങളിൽ ദൈവം സൂക്ഷിക്കേണ്ടതിനായി നമുക്ക് യാചിക്കാം. കോവിഡിൻ്റെ പ്രയാസത്താൽ കഷ്ടത അനുഭവിക്കുന്ന അനേകരുണ്ട്, അവരെ നമുക്ക് ഓർക്കാം. കോവിഡ് പോസിറ്റീവായ അനേകരുണ്ട്. അനേക വിശ്വാസികൾ, നമ്മുടെ പരിചയത്തിലുള്ളവർ, ബന്ധുമിത്രാദികൾ, അങ്ങനെ അനേകരുണ്ട്. അവരെയൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സൂക്ഷ്മതയേറിയ കരങ്ങളിൽ അവരെ വഹിച്ച് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ബലഹീനതകളും നീക്കി പൂർണ്ണമായിട്ടുള്ള സൗഖ്യം നൽകി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സമാധാനത്തോടെ സന്തോഷത്തോടെ അവരുടെ പ്രിയമുള്ളവരെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും നീ അനുഗ്രഹിക്കണമേ, ആയിരിക്കുവാൻ നീ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി തിരിക്കപ്പെട്ട അനേക ഇടങ്ങളുണ്ട്. അവിടെയൊക്കെയും പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു രോഗവും ഒരു പ്രയാസവും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ ദൈവത്തിൻ്റെ വലിയ കോട്ടയ്ക്കുള്ളിൽ അവരെ ഓരോരുത്തരെയും മറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിൻ്റെ കാവൽ ദൂതന്മാരെ അയച്ച് നിൻ്റെ മക്കൾക്ക് നിൻ്റെ സംരക്ഷണം നൽകി, നിൻ്റെ കൃപയുടെ മറവ് നൽകി അവരെ നീ പൊതിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാറാരോഗത്താൽ പ്രയാസപ്പെടുന്ന അനേകരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ആശുപത്രികളിലും ഭവനങ്ങളിലും വിശ്രമിക്കുന്ന എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിക്കാം. ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് സൗഖ്യം നൽകുന്ന ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യം അവരുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും പ്രവർത്തിച്ച് അവർക്ക് സൗഖ്യവും വിടുതലും നൽകുവാൻ ദൈവമേ നീ കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്ന പ്രിയമുള്ളവർ അവരും ബലപ്പെടുവാൻ, ശക്തീകരിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ തുണയും ദൈവത്തിൻ്റെ ദിവ്യമായ കൂട്ടായ്മയും അവർക്ക് ലഭ്യമാകുവാൻ, നിരാശയുടെ അനുഭവത്തിൽ പോകാതെ, മനസ്സ് ഭാരപ്പെടാതെ, സങ്കടപ്പെടാതെ ദൈവം അവരെ സൂക്ഷിക്കേണ്ടതിനായി നമുക്ക് യാചിക്കാം. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും നമുക്ക് ഓർക്കാം. ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്കും നൽകണമേ.
നിന്റെ കൃപയിൽ നിന്റെ മക്കളെ ഓരോരുത്തരെയും ആളാമൃതി നീ വഹിച്ചു കൊള്ളണമേ എന്ന് നമുക്ക് യാചിക്കാം. ഭാരത രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിവിധ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സുവിശേഷ സഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മിഷണറിമാരെയും ഓർക്കാം. സകലർക്കും വേണ്ടിയതായ കൃപയും ജ്ഞാനവും നിറവും സംരക്ഷണവും നൽകി ഞങ്ങളുടെ രാജ്യത്തെ നീ അഭിവൃദ്ധിപ്പെടുത്തണമേ എന്നും നമുക്ക് യാചിക്കാം. സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക കുടുംബങ്ങളുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായ പ്രതിസന്ധി കോവിഡ് കാലത്ത് അനുഭവിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്, സഭകളുണ്ട്. അവരെ നമുക്ക് പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയുടെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥനയും ഔദാര്യദാനവും അനേകർക്ക് പ്രയോജനമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഓരോ ഹൃദയങ്ങളെ ദൈവം ഇനി തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്ന അനേകരുണ്ട്. ജയിലുകളിലാക്കപ്പെടുന്നവരുണ്ട്, കൊല്ലപ്പെടുന്നവരുണ്ട്. അവരുടെ കുടുംബങ്ങളെയും അവരുടെ ചുറ്റുപാടുകളെയും ദൈവമേ നീ ആശീർവദിച്ച് അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സംരക്ഷണവും നൽകി നിന്റെ മക്കളെ നീ പുലർത്തണമേ എന്ന് നമുക്ക് യാചിക്കാം. ലോകത്തെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളെയും ഓർക്കാം. പ്രതികൂലമായിരിക്കുന്ന ഈ കാലാവസ്ഥയിൽ നിന്റെ സംരക്ഷണം ഓരോരുത്തർക്കും നൽകണമേ എന്ന് യാചിക്കാം. നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം. വിട്ടുപോയതായിട്ടുള്ള മറ്റു വിഷയങ്ങളെയും ഓർക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനാഗാനമായി 210 പാട്ട് നമ്മൾ ചേർന്ന് പാടാം. കൺവെൻഷൻ പാട്ട് പുസ്തകത്തിൽ 210 പാട്ട്. തിരുഹിതം പോൽ നടത്തണമേ. തുച്ഛവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനമേ പണിയണമേ. തുച്ഛവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനമേ പണിയണമേ. വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമരാൻ നിൻ മൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമരാൻ നിൻ മൊഴികൾ. ഓണങ്ങളാൽ അലഞ്ഞിടുമ്പോൾ എൻ പടലിൽ എന്റെ പ്രിയൻ യേശുവുണ്ട്. ചേർന്നിടുമേ ഭവനവാതിൽ. എന്റെ പ്രിയൻ യേശുവുണ്ട്. ചേർന്നിടുമേ ഭവനവാതിൽ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. കീർത്തികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമതിൽ. കീർത്തികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമതിൽ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ
കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ പാടുവേണം നീ പണിയണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. വാഴ്ത്തപ്പെട്ട ദൈവമേ, നല്ല കർത്താവേ, നിന്റെ കരങ്ങളിലെ ഇണങ്ങിയ ആയുധങ്ങളായിരിക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ ഭാരങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ കർത്താവേ ഞങ്ങളൊക്കെയും നിന്റെ മുൻപാകെ സമർപ്പിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ചോദിക്കുന്ന മുൻപ് തന്നെ കർത്താവേ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നല്ലോ എന്നുള്ള വിശ്വാസത്തിലായിരിക്കാൻ ഞങ്ങളെ തുടർന്നും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ബലഹീനതകളൊക്കെ നീ അറിയുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങൾ നിന്റെ മുൻപിൽ ചോദിച്ച കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ സംശയിച്ചുവെങ്കിൽ കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ മതിയായവനാണെന്നുള്ള വിശ്വാസത്തിൽ കർത്താവെ തുടർന്നും നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നായി സമർപ്പിച്ച് കർത്താവെ ഞങ്ങളെ സന്തോഷിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൂടെ ഇരിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണം. ചോദിച്ചാലുള്ള കുറവുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. നിന്റെ സന്നിധിയിൽ എന്നും വിശ്വസിച്ചായിരിക്കാൻ തുടർന്ന് ഞങ്ങളെ സഹായിച്ചു കൊള്ളണം. വീണ്ടും വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നിന്റെ മുൻപാകെ നിന്ന് മധ്യസ്ഥ ചെയ്യുവാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അനേകരുടെ ജീവിതങ്ങളെ നിന്റെ മുൻപാകെ സമർപ്പിച്ച് യാചിപ്പാൻ ബലഹീനരായ ഞങ്ങളെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും ഒക്കെയും കൈക്കൊണ്ടിരിക്കാൻ പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തിയുള്ള ദൈവമേ, സകല കർമ്മങ്ങളുടെയും പിതാവേ, അയോഗ്യരായോടും സകല പുരുഷരോടും നിനക്കുള്ള സന്നദ്ധതയ്ക്കായിട്ടും മഹാവിനെ മനഃപൂർവമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആഴ്ചയിലെ സകലങ്ങൾക്ക് വേണ്ടിയും എല്ലാറ്റിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത് നിലവിലുള്ള വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായങ്ങളായി തീരേണ്ടെന്ന് നിന്നെ സേവിക്കുന്ന ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോട് നീതിയോടും ആകരുത്. അങ്ങനെ അതിനെ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലൂടെ പരിസ്ഥിതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകലങ്ങളെയും സത്യതായ ബോധങ്ങൾ തരണമെന്ന് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവന് നിനക്ക് പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്നെ നോക്കി വിളിക്കുന്നവരായ ഞങ്ങളുടെ പ്രാർത്ഥന കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു എന്നവർ കണ്ടറിയുവാനും അവയെ വിശ്വസ്തയോടെ നിവർത്തിപ്പാൻ അവർക്ക് കൃപയും ശക്തിയും ലഭിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മുഖാന്തരം കൃപ അരുളണമേ. ആമേൻ. അടുത്ത പാട്ട് പാടുന്നതായിട്ടുള്ള സമയത്ത് സ്തോത്ര വഴിപാട് സ്വീകരിക്കുന്നതാണ്. ക്രിസ്തീയ ഗീതങ്ങളിൽ 287 ഗീതം, ഗീതം 287. ദൈവം
സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോടെ കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തിലെങ്ങും സമാധാനവും സംപ്രീതിയും വർദ്ധിച്ചു വളരുവാൻ ഈ വഴിപാടിനെയും ഇതർപ്പിക്കുന്ന ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിന്റെ ഹൃദയത്തോടെ കർത്താവിന്റെ ആശീർവാദം കൈക്കൊള്ളുവിൻ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുള്ളവന് സഭയിലും യേശു ക്രിസ്തുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. വിശുദ്ധ ആരാധനയുടെ അവസാനമായ ജ്ഞാനകീർത്തനങ്ങൾ 233 പാട്ട്. അതിൻ്റെ ആദ്യത്തെ രണ്ടും അവസാനത്തെയും ചൊല്ലും. Yeah.
വാഴ്ത്തപ്പെട്ട ദൈവമേ, നീ ഞങ്ങളെ നിന്റെ വലിയ ദൗത്യത്തിനായി ലോകത്തേക്ക് അയച്ചിരിക്കുന്നല്ലോ. നിന്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും എഴുതപ്പെട്ടവരായി ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നോട്ടങ്ങളിലും ചിന്തകളിലും കർത്താവെ നിന്റെ സാക്ഷ്യമുള്ളവരായി ഈ ലോകത്ത് ജീവിപ്പാൻ സ്ഥാനാപതികളായി ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആ പദവിയിലും അവകാശത്തിലും ഇരുന്നുകൊണ്ട് നിന്നെ ആരാധിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ നീ ഈ പ്രഭാതത്തിൽ ഒരുക്കിയല്ലോ. നിന്റെ അധികമായ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. ഈ ലോകത്തെ നേരിടുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണം. നിന്റെ കൃപകൾ ഞങ്ങൾക്ക് നൽകണം. നിന്റെ കൂട്ടായ്മ നൽകണം. കർത്താവെ, ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളെ നടത്തിയതോർത്ത് സ്തോത്രം. ഇനിയുള്ള ദിവസങ്ങളും ഞങ്ങളെ വഴി നടത്തണമേ. കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം ക്രിസ്തയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.